ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖില മൈ സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ആണ്, കിച്ചൺ ഹോൾ വീഡിയോ. അതായത് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്ത് തമന്നയിൽ പോലെ ഒരു 100 റേഞ്ചിന് താഴെ വരുന്നതായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. സോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരെ നിങ്ങൾ വീഡിയോയിലോട്ട് കിടക്കും. വന്നിട്ട് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റാണ് വിത്ത് ഹാൻഡിലൊക്കെ ഉള്ളത്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ ക്വാളിറ്റി. ഇപ്പോൾ മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, എന്തെങ്കിലും ഇട്ട് വെക്കാനായിട്ട് എടുക്കാം, സ്റ്റോറേജ് ബോക്സ് ആക്കാം, ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ടാഗ് വരും 75 ഉള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റും. ഇതിന് ലിഡ് ഇല്ലെങ്കിൽ പോലും ഓപ്പൺ ആയിട്ട് നമുക്ക് വെക്കേണ്ട എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾക്കായാലും ഒരുപാട് പ്രോഡക്റ്റ്സുകളൊക്കെ കിട്ടത്തില്ലേ, അങ്ങനത്തെ പ്രോഡക്റ്റുകളെല്ലാം കൂടെ ഒറ്റയടിക്ക് വെക്കാം, അല്ലാതെ ക്ലോത്ത് വെക്കാം. അപ്പോൾ ഏതാണ് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് ചെയ്യേണ്ടത് അതിനനുസരിച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് റേറ്റിനനുസരിച്ച് നല്ലതായിരുന്നു തോന്നിയത് ഞാനൊരു ഐറ്റം പീസ് എടുത്തു. നെക്സ്റ്റ് വരുന്നത് ഫാൻസി ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഇത് മൾട്ടിപർപ്പസ് ആണ്. സോ നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വൈറ്റ് കളർ കോമ്പിനേഷനാണ്, പ്രിൻ്റൊക്കെ നല്ല രീതിക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. നല്ലൊരു റേറ്റിനാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫാൻസി ബാസ്ക്കറ്റ് ബൗൾ തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിരിക്കും ഇഷ്ടപ്പെട്ടു. ഇതും യൂസ് നമുക്ക് പല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ബൗൾസൊക്കെ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുന്നത് ഭയങ്കര ഒരു ലാഭം തന്നെയായിട്ടാണ്. നെക്സ്റ്റ് സെയിം ഒരു ഐറ്റം തന്നെയാണ്. നമുക്കിത് ഫ്രൂട്ട് ബൗൾ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഇതിന് ഹോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റൊന്നിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാരണം എയർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ഫ്രൂട്ടൊന്നും അങ്ങനെ ചീത്തയാവില്ല. അപ്പം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് ഡൈനിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലൊരു ബൗളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും 15 ഉള്ളൂ. അതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്രയധികം എടുത്ത് പറയണം. സാധാ ഒരു പ്ലാസ്റ്റിക്കൊന്നും അല്ല, അങ്ങനെ പെട്ടെന്ന് പോറലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് നമുക്ക് ആരും കണ്ടാൽ ഒന്ന് ഇഷ്ടപ്പെടും ഈ ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു സിലിക്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ആണ്. ഇത് പ്ലേറ്റ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു മൾട്ടിപർപ്പസ് ഡബിൾ കാര്യങ്ങളാണ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്ലേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിലിക്കോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ യെല്ലോ പാർട്ട് കുറച്ച് ഇങ്ങനെ താഴേക്കൊന്ന് ബ്ലെൻഡ് ആക്കുമ്പോൾ ഇതൊരു ബൗളായിട്ട് യൂസ് ചെയ്യാം. കിച്ചണിൽ നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്ത സാധനങ്ങൾ വാഷ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ളൊരു ബൗൾ സെറ്റാണിത്. ഒരു സിലിക്കോണും ആണ്. ഈ രണ്ട് യൂസ് ഉണ്ടെങ്കിലും റേറ്റ് വെറും 120 കേട്ടോ നമുക്കിത് കിട്ടിയത് രാമചന്ദ്രന്. ട്രാവലിനൊക്കെ പോവുകയാണെങ്കിലോ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റാണ്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സ്പേസ് ഒന്നും വേണ്ട. ബാഗിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് യൂസ് ചെയ്യാം. നമ്മൾ ലോങ് ട്രാവലിനൊക്കെ പോകുന്നതിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം വാഷിംഗ് അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും. ഫുഡ് സംഭവങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റാണ്. ഒരു ഐറ്റം വന്നിട്ട് ബണ്ടിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലവർ സെറ്റാണ് കേട്ടോ. വൈറ്റ് ഫ്ലവറിൽ നല്ല ഗ്രീൻ ലീഫ് വന്നിട്ട് നമുക്ക് ഷോക്ക് പീസായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ആർട്ട് ചെയ്യുന്ന ബോട്ടിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വെക്കാം, അല്ലെങ്കിൽ ബണ്ടിലായിട്ട് വെക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ സെറ്റാണിത്. ഫ്ലവറൊക്കെ നല്ല ഒറിജിനൽ തന്നെയാണ് തോന്നുന്നത്. ആർട്ടിഫിഷ്യലിൻ്റെ ഒരു ലുക്കേ വരുന്നില്ല. സംഭവം വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച പ്രോഡക്റ്റാണ്. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഫ്ലവറിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് സെപ്പറേറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബണ്ടിൽ തന്നെ എടുത്തത്. നമുക്ക് ഒന്നിൽ വെക്കുന്നതിനെ കാട്ടിയിട്ട് ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കുറേ സ്ഥലത്ത് നമുക്ക് ഈ പൂ ആക്കാൻ പറ്റും. ഡെക്കറേഷനൊക്കെ പറ്റിയതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത് 180 ആണ് ഇതിൻ്റെ പ്രൈസ് ടാഗ്. നെക്സ്റ്റ് ഒരു ഐറ്റം വന്നിട്ട് ഒലിവറിന് ഞാൻ മേടിച്ച ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. വിത്ത് സ്ലിങ് വരുന്ന ഒരു വാട്ടർ ബോട്ടിലാണ്. ഈ കളർ കോമ്പിനേഷൻ നല്ല ഇതാണ്, ലൈറ്റ് ഗ്രീനും റെഡും ഒക്കെ. ആ പുഷ് എന്ന് പറയുന്നതിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഓപ്പൺ ആയിട്ട് തന്നെ വരും. സോ ഒലിവറിന് തന്നെ ജസ്റ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ലോസ് ആക്കുന്നതും ജസ്റ്റ് ഇങ്ങനെ കൊടുത്തൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതൊരു സ്ലിപ്പറിൻ്റേതായതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കരധികം നല്ലതാണ്. ഇതിൻ്റെ ടിപ്പ് അങ്ങ് ലാസ്റ്റ് വരെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഈ ഒരു സമ്മർ സീസണിലൊക്കെ അവർ നല്ല രീതിക്കായിരിക്കും വെള്ളം കുടിക്കുന്നത്. സാധാ കുഞ്ഞുങ്ങളുടെ ബോട്ടിൽസിലൊന്നും ഇപ്പം വെള്ളം കുടിക്കുന്നതിനെ കൂടുതൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ അവിടെ വെച്ച് കണ്ടതാണ്. വാങ്ങിക്കണമെന്നും പറഞ്ഞൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ പോയത് കണ്ടപ്പം എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെ മേടിച്ചതാണ്. അവൻ തന്നെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട് ബോട്ടിലാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു സോപ്പ് ഡിഷ് ബാറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് എടുത്തത്, ഇത് നല്ല ടൈറ്റൻ ആവുന്നതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ സോപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ചത്. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ആയി പോകത്തില്ല, നോർമൽ രീതിയിലല്ല, പ്രസ്സിങ്ങോട് ഉള്ളതുകൊണ്ട് ഓപ്പൺ ആവില്ല. അപ്പോൾ ട്രാവൽ സമയത്ത് യൂസ്ഫുൾ ആയിട്ട് ടൈറ്റൻ ആയിട്ട് നിൽക്കുന്ന ഒരു സോപ്പ് ഡിഷാണ് കേട്ടോ ഇത്. റേറ്റും വന്നിട്ട് 35 രൂപയേ ഉള്ളൂ.
ക്വാളിറ്റിയിൽ നല്ലതാണ്, കളറാണ്. 2-3 കളർ വേരിയേഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ഗ്രേ കളറാണ് കേട്ടോ ചൂസ് ചെയ്തത്. നെക്സ്റ്റ് വന്നിട്ട് ഈ സമ്മർ സീസണിൽ ഭയങ്കര അധികം അത്യാവശ്യമായിട്ട് തോന്നിയതാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇതിന് വന്നിട്ട് 300 ml വാട്ടറാണ് കൊള്ളുന്നത്. ഞാൻ വളരെ സ്മാൾ സൈസാണ് കേട്ടോ എടുത്തത്. എനിക്ക് അത്യാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചൂടിൽ ഇത്രയും വെള്ളമൊന്നും അല്ല ശരിക്കും പറയാൻ നമ്മൾ കുടിക്കേണ്ടത്. ഇത് ജസ്റ്റ് നമ്മൾ അത്യാവശ്യത്തിനായിട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് അടുത്ത് പോയാൽ പോലും ബാഗിൽ കൂടെ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയൊരു ബോട്ടിൽ ഞാൻ എടുത്തത്. സ്പേസ് ഭയങ്കര അധികം കുറയുന്നുണ്ട്. പക്ഷേ ഇത്രയും 300 ml വെള്ളം നമുക്ക് എന്തായാലും കൊള്ളും. 1/2 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാഗിലൊട്ട് സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. പിന്നെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് റീഫിൽ ചെയ്യാമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം രാമാന്തര പോയപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിലും മേടിച്ചിട്ടില്ല. ഇതാണ് കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോഴും ഇതിൻ്റെ സ്റ്റോക്ക് ഭയങ്കര തീർന്നു. 1-2 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തു. മെയിനായിട്ട് ഈ മെഷർമെൻറ്റിൻ്റെയൊക്കെ ബോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ എത്രമാത്രം നമ്മൾ വെള്ളം കുടിച്ചു എന്നൊക്കെ അറിയുന്ന ആദ്യം, അതേപോലെ ഡയറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ അളവൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ മെഷർമെൻറ്റുള്ള ബോട്ടിൽസ് നമുക്ക് ഭയങ്കരധികം യൂസ്ഫുള്ളാണ്. അത്യാവശ്യം വീട്ടിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഇതിനകത്ത് നിറച്ച് കുടിച്ചാൽ നമ്മൾ എത്ര ml കുടിച്ചു എന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സോ അങ്ങനെയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തത്. ഇത് ഞാൻ ബാഗിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അല്ലാണ്ട് ഇതിൻ്റെ വലിയ സൈസ് ബോട്ടിൽ ഞാൻ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അതെടുത്തു കഴിഞ്ഞാൽ അതൊരു 1 ലിറ്ററിൻ്റെ വലിയൊരു സൈസ് ബോട്ടിലായിരുന്നു. സോ അത് ഞാൻ ഇപ്രാവശ്യം കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ രണ്ടും എടുത്തേനെ. നെക്സ്റ്റ് ഒരു ഐറ്റം വന്നിട്ട് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് ഫ്രൈ ആയിട്ടായാലും ഇഡലി കസ് ഐറ്റംസുകളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പൂൺ ഐറ്റമാണ്. പ്രൈസ് ടാഗ് ജസ്റ്റ് മാറിപ്പോയി. ഒരു 50 ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ക്വാളിറ്റി ഭയങ്കര അധികം നല്ലതാണ്. ഈസിയായിട്ട് പ്രസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഫ്രൈ ഐറ്റംസുകളൊക്കെ നമുക്ക് മാറ്റാനും എടുക്കാനും ഡൈനിങ് ടേബിളൊക്കെ അത്യാവശ്യമാണ് ഈ ഒരു സ്പൂണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഐറ്റംസ് ഞാൻ കുറച്ച് ലഞ്ച് ബോക്സുകൾ, അങ്ങനത്തെ സ്നാക്സ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒലിവറിനാണ് കേട്ടോ ഇത് ഞാൻ എടുത്തത്. ഇതിനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒലിവറിന് നമ്മൾ ട്രാവൽ സമയത്തൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇൻ കേസ് കഴിച്ചില്ല, നമുക്ക് ട്രാവലിന് പോകണം, അങ്ങനെയൊക്കെ നമുക്ക് വരുന്ന സമയത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണിത്. നമുക്കും ഒലിവർ സ്കൂളിലൊന്നും പോയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് ഒന്നും ഇപ്പോൾ അത്യാവശ്യമല്ല. പക്ഷേ ഇതിൻ്റെ ട്രാവൽ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇഡലിയും സാമ്പാറാണ് വെക്കുന്നതെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇഡലി എടുക്കും, ഇതിനകത്ത് സാമ്പാർ, ചമ്മന്തി എന്തെങ്കിലും കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് 59 ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു സ്നാക്സ് ബൗളാണ് കേട്ടോ വരുന്നത്. ഇത് മെയിനായിട്ട് ഒലിവറിന് ഇപ്പോൾ എവിടെ പോയാലും ജസ്റ്റ് ഫുഡും കൂടെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചർച്ചിലൊക്കെ പോവുകയാണെങ്കിലും ഗ്രേപ്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്താ കിട്ടുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഇപ്പോൾ ക്യാരി ചെയ്യണം. അപ്പോൾ സെപ്പറേറ്റ് ടിഫിനൊക്കെ എടുക്കുന്ന ഭയങ്കര നല്ലതാണ്. കാരണം ഇതൊക്കെ ഞാൻ എടുത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സ്മാൾ സൈസാണ് എടുത്തത്. ഇതൊക്കെ നമുക്ക് ബാഗിലും കൊണ്ടുപോകേണ്ടതാണ്. സാധാ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനത്തെ ഐറ്റംസ് എടുത്താൽ നമ്മുടെ ബാഗ് വളരെയധികം ചെറുതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലത് നിൽക്കില്ല. സോ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഐറ്റംസുകളും നല്ല എന്നാൽ സ്പേസും ഉള്ള ഐറ്റംസുകളും നോക്കിയെടുത്തത്. ഒരു സ്പൂണൊക്കെ വരുന്നുണ്ട്. അവനിപ്പോൾ എവിടെ പോയാലും ഒരു ചെറിയൊരു ബിസ്ക്കറ്റെങ്കിലും എടുത്ത് വെക്കണം. ആ ഒരു പർപ്പസാണ് കേട്ടോ ഈ ഒരു ഇതെടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 25 ആണ് കേട്ടോ പ്രൈസ് ടാഗ്. നല്ല സൂപ്പർ 2 ഐറ്റംസുകളാണ്. അപ്പോൾ ഇത് സ്നാക്സിന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്ത് ടേബിൾ ടോപ്പ് കോസ്റ്ററാണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 95 ആണ്. അപ്പോൾ ഇത് ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഐറ്റം ഞാൻ എൻ്റെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓൺലൈൻ മേടിച്ചത്. ഞങ്ങൾ ഹൈദരാബാദിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റം ഇവിടെ കണ്ടതുകൊണ്ട് പപ്പയാട്ടോ എടുത്തത്. പപ്പ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരെണ്ണം വേണമല്ലോ. കണ്ടപ്പോൾ എനിക്കും ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. ടേബിൾ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ പൊട്ടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പല പല ഡിസൈൻ ഉണ്ടായിരുന്നു. ടേബിളിൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 6 ഷീറ്റാണ് വരുന്നത്. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് കോർണറിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും. ഗ്ലാസ് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബേസായിട്ട് വെക്കാം. ബേസിന് വെക്കാൻ എൻ്റെ വേറൊരു പ്രോഡക്റ്റ് ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെയിനായിട്ട് ഞാൻ ഗ്ലാസ് സംഭവങ്ങളൊക്കെ അടച്ചു വെക്കാനായിട്ടുണ്ട്. നല്ല ഷൈനിങ് ആണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ടും വരുന്നത്. സെയിം ഇതിൻ്റെ വേറൊരു ഡിസൈനായിരുന്നു അമ്മയൊക്കെ എടുത്തത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെത്. അപ്പം 2-3 ഇതുണ്ട്. ഇത് സെലക്ട് ചെയ്തു, പപ്പ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതെടുത്തു. ഇത് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.
ഇത് വേറെ ഡിസൈൻ. അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അവിടെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്കത് വെറൈറ്റി ആയിട്ട് തോന്നിയെങ്കിൽ വാങ്ങിക്കൂ. മേടിച്ചതൊക്കെ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ അടച്ചു വെക്കാൻ വെക്കാനും ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെയും വെക്കാം. അപ്പോൾ ഇതിൻ്റെ സൈസസിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മറ്റേതിൻ്റെ റേറ്റ് വന്നിട്ട് അതിന് കുറച്ച് ചെറിയൊരു സൈസിൻ്റെ വ്യത്യാസമുള്ളൂ. 10 രൂപയുടെ വ്യത്യാസമുള്ളൂ കേട്ടോ. 85 ആണ് കേട്ടോ ഇതിൻ്റെത്. നെക്സ്റ്റ് വന്നിട്ട് മെഡിസിൻ ബോക്സ് ആണ് കേട്ടോ. നമ്മൾ ഡെയിലി കഴിക്കുന്ന മെഡിസിനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ടാഗ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റേഷനറി ഐറ്റം ആണ് കേട്ടോ കാണിക്കുന്നത്. ഹൈലൈറ്റർ മേടിച്ചു. സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് കൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ഹൈലൈറ്റർ വാങ്ങിച്ചത്. ഇത് 5 പെന്നിൻ്റെ റേറ്റ് വന്നിട്ട് 125 ആണ്. അതേപോലെ എൻ്റെ കുറച്ച് സ്റ്റഡീസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്ക് നോട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. 85 ആണ് കേട്ടോ വരുന്നത്. അടുത്തൊരു ഐറ്റം വന്നിട്ട് ടൂത്ത് പിക്കാണ്. ജസ്റ്റ് ഞാൻ ചുമ്മാ മേടിച്ചതേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണും ക്ലോസും ഒക്കെ വരുന്നത്. ഈ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിയുമ്പോൾ എപ്പോഴും കയറും പല്ലിൻ്റെ ഇടയിൽ. അപ്പം വിചാരിച്ചു ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് മേടിക്കാമെന്ന്. 35 ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് മൾട്ടി ഇങ്ക് പെന്നാണ്. അപ്പം ഒരുപാട് കളർ വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഇത്രയും കളേഴ്സ് നമുക്ക് ഈ പെന്ന് കിട്ടുന്നുണ്ട്. ഏത് കളറാണ് വേണ്ടത് അത് നമ്മൾ ജസ്റ്റ് താത്തിട്ട് ഇവിടെ ഒരു പ്രസ് കൊടുക്കുമ്പോഴാണ് തിരിച്ച് പഴയ പോലെ ആവുന്നത്. ഒലിവറിൻ്റെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒലിവർ എന്തായാലും ചീത്തയാക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത പെന്നാണേ. അടുത്തൊരു ഐറ്റം വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചീനിച്ചട്ടിയാണ് കേട്ടോ. തവ അങ്ങനെയൊക്കെ പറയാം. ഇതാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത്. നല്ല അലൂമിനിയത്തിൻ്റെ ആണ് കേട്ടോ. അടുത്തത് വന്നിട്ട് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ബോക്സസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപർപ്പസ് ആണ്. പല യൂസസ് നമുക്കിതിന് വേണ്ടി ചെയ്യാം. എൻ്റെ പ്രൈസ് ടാഗ്. അടുത്ത് വന്നിട്ട് കുറച്ച് വാട്ടർ അബ്സോർബൻ്റ് ആയിട്ടുള്ള മാറ്റുകളാണ് കേട്ടോ. ഈ മാറ്റ് നമ്മളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബാത്റൂം മാറ്റാണ് സംഭവം. 2-3 കളർ വേരിയേഷൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഈ സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അബ്സോർബൻ്റാണ്. നമ്മൾ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അപ്പം വെള്ളം നല്ല അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പുറം നനയത്തൊന്നുമില്ല. സാധാരണ ക്ലോത്തിൻ്റെ മാറ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം പിടിച്ച് അത് പിന്നെ നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. ഇത് വാഷബിളൊക്കെ ആയതുകൊണ്ട് ഈസി ചെയ്യാനായിട്ട് ക്ലീനൊക്കെ ചെയ്യാൻ പറ്റും. ബാക്കിൽ റബ്ബർ ആയതുകൊണ്ട് തന്നെ വെള്ളം പുറത്ത് പോകാണ്ട് രീതിയിൽ നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യുന്ന മാറ്റാണ്. പ്രൈസ് ടാഗ് ഇതാണ്. ഇതൊരു ടെഡി ടൈപ്പ്. ഇതിന് റേറ്റ് അതിനെക്കാട്ടി പ്രൈസ് ടാഗ് കുറച്ച് കുറവാണ്. 110 ഉള്ളൂ. അടുത്തതാണ്ട് ഈ ഒരു ടൈപ്പ് മാറ്റാണ്. ഇതിൻ്റെ പ്രൈസ് ടാഗ് ഇത്രയാണ്. നെക്സ്റ്റ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആട്ടോ എടുത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ 875 ആണ്. ഇതിൻ്റെ റേറ്റ് 500 സംതിങ്ങിനാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അവിടുന്ന്. ബില്ല് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ അവിടുന്ന് കിട്ടിയ പ്രൈസ്. അടുത്ത കുറച്ച് ഹാങ്ങറാണ് വന്നിട്ടുള്ളത്. ഹാങ്ങറിൻ്റെ ഒരു പീസിൻ്റെ സെറ്റിന് ഇതാണ് പ്രൈസ് ടാഗ് വരുന്നത്. 2 പീസ് സെറ്റ് എടുത്തു. അടുത്ത കുറച്ച് ക്ലോത്ത് ക്ലിപ്പിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 135. നെക്സ്റ്റ് വന്നിട്ടൊരു മൾട്ടിപർപ്പസ് സ്റ്റാൻഡാണ് കേട്ടോ. ഏത് രീതിക്ക് നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ പെന്നിട്ട് വെക്കാം, അല്ലാതെ ബ്രഷ് ഇട്ട് വെക്കാം, കിച്ചണിലെ സ്പൂൺ ഇട്ട് വെക്കാം, അങ്ങനെ പല രീതിക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇതൊരെണ്ണം എടുക്കും. നെക്സ്റ്റ് ഒരു മിനി ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോക്സ് ആണ്. ഇതിന് 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ജുവലറി ഇട്ട് വെക്കാം, അല്ലാണ്ട് നമ്മളുടെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ, സ്ലൈഡ്, അങ്ങനെ എന്ത് ഐറ്റംസ് ഇട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ടാഗ് ഇതാണ്. അടുത്തത് വീണ്ടും ഒരു സ്റ്റാൻഡാണ് കേട്ടോ വരുന്നത്. ഇതിൽ ക്രയോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിലിങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. എല്ലാമായിട്ട് മിക്സ് ആവാത്ത രീതിയിലുള്ളൊരു സ്റ്റാൻഡാണ്. ഇതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ടേബിളിലൊക്കെ യൂസ് ചെയ്യാം. BPA ഫ്രീ ആണ്. സോ ക്വാളിറ്റി എല്ലാം നല്ല സൂപ്പറാണ്. ഇതാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ്. അടുത്തതായിട്ട് കുറച്ച് ബ്രഷസ് ആണ്. സോ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ബ്രഷസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ്. എന്നിട്ട് നമുക്ക് വാഷ് ബേസൻ അങ്ങനെയുള്ളത് ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. വാഷ് ബേസൻ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രഷാണ്. ഇതിൻ്റെ റേറ്റ് 15. ഇതൊരു സിസർ പീസ്. ഇതാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ്. അടുത്തത് പേജ് മാക്കറാണ്. ഇതിന് 4 കളേഴ്സാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇതിൻ്റെ റേറ്റ്. 1 സൈഡ് സ്റ്റിക്കായിരിക്കും. ഇത് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് നേരത്തെ എടുത്തതിൻ്റെ കൂട്ടത്തുള്ളതായിരുന്നു കേട്ടോ. അടുത്ത വന്നിട്ട് 2 അരിപ്പാളാണ്. ടാഗ് ഇതാണ് കേട്ടോ. അടുത്തൊരു നല്ല സ്റ്റീലിൻ്റെ ഒരു മഗ്ഗാണ്.
70 ആണ് ഇതിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത്. നെക്സ്റ്റ് കുറച്ച് സ്മാൾ സ്പൂൺ സെറ്റാണ് കേട്ടോ. സ്പൂണിന് 10 രൂപയാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ സെറ്റാണ്. അടുത്തത് വീണ്ടും ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആണ് കേട്ടോ വരുന്നത്. കുറച്ച് വിട്ടുള്ള സാധനമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കാം. മൾട്ടിപ്പർപ്പസ് ആണ്. ഇതിൻ്റെ റേറ്റ് പ്രൈസ് ടാഗ് ഇത്രയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സംഭവം പർച്ചേസ് ചെയ്ത രാമചന്ദ്രയാണ്, ട്രിവാൻഡ്രം രാമചന്ദ്രൻ. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്ത വീഡിയോ നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ പ്രോഡക്റ്റ്സിലൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ട്രിവാൻഡ്രത്താണെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാനായിട്ട് വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം മൈ ലൈഫ്.